പണം എത്ര സമ്പാദിച്ചാലും അതൊന്നും കയ്യിൽ നിൽക്കുന്നില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയില്ല എന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും മാസാമാസം നല്ലൊരു തുക ശമ്പളമായി കിട്ടിയിട്ടും മാസാവസാനമാകുമ്പോഴേക്കും കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താറുണ്ടോ? എങ്കിൽ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ വരുമാനം എത്രയാണ് എന്നത് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തീരുമാനിക്കുന്നത്, മറിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ദൈനംദിന ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സാമ്പത്തിക വളർച്ച. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ നിസ്സാരമെന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന ചില ശീലങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യത്തെ വിളിച്ചുവരുത്തുന്നത്. സമ്പത്ത് എന്നത് വെറുമൊരു കടലാസ് മാത്രമല്ല, അതൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ സ്വീകരിക്കാനും നിലനിർത്താനും തക്കവിധത്തിലുള്ള ഒരു ചുറ്റുപാടും മനോഭാവവും നമുക്കുണ്ടാകണം. അങ്ങനെയല്ലാത്ത വീടുകളിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. പണം എപ്പോഴും അത് അർഹിക്കുന്ന, അതിനെ ബഹുമാനിക്കുന്ന ഇടങ്ങളിലേക്ക് മാത്രമേ ആകർഷിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ചില അലക്ഷ്യമായ ശീലങ്ങൾ ഈ സമ്പത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ഉള്ള പണത്തെ വളരെ വേഗം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ആ ശീലങ്ങളെന്നും അത് എങ്ങനെ നമ്മുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ ശീലം, വീട്ടിലെ പാഴായി പോകുന്ന വെള്ളം. ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, പൈപ്പിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നതും ദാരിദ്ര്യവും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. എന്നാൽ വാസ്തുശാസ്ത്രപരമായും സാമ്പത്തികശാസ്ത്രപരമായും ഇത് വളരെ വലിയൊരു തെറ്റാണ്. നമ്മുടെ വീടുകളിലെ ടാപ്പുകളിൽ നിന്നോ പൈപ്പുകളിൽ നിന്നോ വെള്ളം ലീക്കായി പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ഉടനടി പരിഹരിക്കേണ്ടതാണ്. ജലം എന്നത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളം അനാവശ്യമായി പാഴായി പോകുന്നത് വീട്ടിൽ നിന്ന് പണം ചോർന്നു പോകുന്നതിന് തുല്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു തുള്ളി വെള്ളം വീഴുന്നത് നിസ്സാരമായി തോന്നാമെങ്കിലും മാസങ്ങൾ കഴിയുമ്പോൾ അത് എത്രത്തോളം വലിയൊരു അളവാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയില്ലായ്മയെ കൂടിയാണ്. സ്വന്തം വീട്ടിലെ ഒരു ചെറിയ കേടുപാട് പോലും ശ്രദ്ധിക്കാനോ അത് പരിഹരിക്കാനോ സമയമില്ലാത്ത, അല്ലെങ്കിൽ അതിന് മടി കാണിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വലിയ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുക? ഈ അശ്രദ്ധ തന്നെയാണ് സാമ്പത്തിക ചോർച്ചയായി മാറുന്നത്. അതുകൊണ്ട് വീട്ടിൽ എവിടെയെങ്കിലും വെള്ളം ലീക്കാവുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നന്നാക്കുക. രണ്ടാമത്തെ ശീലം, വീടിന്റെ പ്രധാന വാതിലും പ്രവേശന കവാടവും അലങ്കോലമായി ഇടുക എന്നത്. ഒരു വീട്ടിലേക്ക് ഐശ്വര്യം കടന്നുവരുന്നത് ആ വീടിന്റെ പ്രധാന വാതിലിലൂടെയാണ്. എന്നാൽ പല വീടുകളിലും ചെന്നാൽ കാണാൻ സാധിക്കുന്നത് പ്രധാന വാതിലിനു മുൻപിലായി അഴിച്ചുപോട്ടിട്ടിരിക്കുന്ന ചെരിപ്പുകളും ഉണങ്ങാത്ത കുടകളും പൊടിയും ചപ്പുചവറുകളുമൊക്കെയാണ്. ഇത് വളരെ വലിയൊരു നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇത്തരത്തിൽ അലങ്കോലമായി കിടക്കുന്ന ഒരു കാഴ്ച കാണുന്നത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. മാനസികമായ ഈ അസ്വസ്ഥത നമ്മുടെ അന്നത്തെ ദിവസത്തെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ലക്ഷ്മീദേവി എപ്പോഴും വൃത്തിയുള്ളതും ശാന്തവുമായ ഇടങ്ങളിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. വീടിന്റെ ഉമ്മറം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അവിടെ ചെരിപ്പുകൾ വലിച്ചെറിയാതെ ഒരു റാക്കിൽ അടുക്കി വയ്ക്കുക. വാതിലുകൾ ശബ്ദമുണ്ടാക്കാതെ തുറക്കാനും അടക്കാനും ശ്രദ്ധിക്കുക. വൃത്തിയുള്ള ഒരു പ്രവേശന കവാടം പോസിറ്റീവ് ഊർജ്ജത്തെയും സമ്പത്തിനെയും നിങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. മൂന്നാമത്തെ ശീലം, പണത്തോടുള്ള അനാദരവ്. പലരും പണം കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ അത്ഭുതം തോന്നും. പഴ്സിനുള്ളിൽ കുത്തിത്തിരികി വെച്ചിരിക്കുന്ന നോട്ടുകൾ, എവിടെയൊക്കെയോ വലിച്ചെറിഞ്ഞിരിക്കുന്ന നാണയത്തുട്ടുകൾ, അലയ്ക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന നോട്ടുകൾ, ഇതെല്ലാം പണത്തോടുള്ള നമ്മുടെ അനാദരവാണ് കാണിക്കുന്നത്. പണം എപ്പോഴും അടുക്കും ചിട്ടയോടും കൂടി വെക്കാൻ ശീലിക്കുക. നോട്ടുകൾ മടക്കുകളില്ലാതെ ഒരേ ക്രമത്തിൽ പഴ്സിൽ സൂക്ഷിക്കുക. നാണയങ്ങൾ അലക്ഷ്യമായി മേശപ്പുറത്തോ സോഫയുടെ ഇടയിലോ ഇടാതെ ഒരു കുടുക്കയിലോ അല്ലെങ്കിൽ അതിനായി ഒരു പ്രത്യേക പാത്രത്തിലോ സൂക്ഷിക്കുക. പണത്തെ ബഹുമാനിക്കുന്നവരിലേക്ക് മാത്രമേ കൂടുതൽ പണം എത്തിച്ചേരുകയുള്ളൂ. ഓരോ തവണ പണം ചിലവാക്കുമ്പോഴും അത് ലഭിക്കുമ്പോഴും മനസ്സിൽ ഒരു നന്ദി ഉണ്ടായിരിക്കണം. പഴ്സ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതിൽ ആവശ്യമില്ലാത്ത പഴയ ബില്ലുകളോ കടലാസ് കഷ്ണങ്ങളോ വെക്കാതിരിക്കുക. സമ്പത്തിനെ ആകർഷിക്കാൻ പണത്തോടുള്ള ഈ ബഹുമാനം വളരെ അത്യാവശ്യമാണ്. നാലാമത്തെ ശീലം, എപ്പോഴും പണമില്ല എന്ന് വിലപിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ എന്തു പറയുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ പണമില്ല, ഞാൻ എപ്പോഴും കടത്തിലാണ്, എനിക്ക് ഒന്നിനും തികയുന്നില്ല എന്ന് എപ്പോഴും പരാതി പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഇല്ലായ്മകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം നിങ്ങളുടെ ആ വാക്കുകൾ നെഗറ്റീവ് ഊർജ്ജത്തെയാണ് സൃഷ്ടിക്കുന്നത്. പകരമുള്ളതിൽ നന്ദിയുള്ളവരാകുക. ചെറിയ വരുമാനമാണെങ്കിലും അതിൽ തൃപ്തി കണ്ടെത്താനും എന്റെ ആവശ്യങ്ങൾക്കുള്ള പണം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനും തുടങ്ങുക. പണത്തെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായി സംസാരിക്കുക.
എനിക്ക് സാമ്പത്തികമായി ഉയരാൻ സാധിക്കും എന്ന വിശ്വാസം ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. പരാതികൾ മാറ്റിവെച്ച് സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. 5ാമത്തെ ശീലം, രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ അടുക്കള അലങ്കോലമാക്കിയിട്ട് ഉറങ്ങാൻ പോകുന്നത്. ഇത് പല വീടുകളിലും കാണുന്ന ഒരു സാധാരണ ശീലമാണ്. എന്നാൽ ഇത് ദാരിദ്ര്യം കൊണ്ടുവരുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ്. അടുക്കള എന്നത് നമ്മുടെ വീടിന്റെ ഹൃദയമാണ്, അന്നപൂർണേശ്വരിയുടെ വാസസ്ഥലമാണ്. അവിടെ എച്ചിൽ പാത്രങ്ങൾ കൂട്ടിയിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചുവരുത്തുന്നു. മാത്രമല്ല, ശാസ്ത്രീയമായി ചിന്തിച്ചാൽ പോലും ഇത് വലിയൊരു തെറ്റാണ്. എച്ചിൽ പാത്രങ്ങൾ രാത്രി മുഴുവൻ വെക്കുന്നത് പാറ്റകളും എലികളും മറ്റ് കീടങ്ങളും വീട്ടിലേക്ക് വരാൻ കാരണമാകും. ഇത് രോഗങ്ങൾക്കും അതുവഴി വലിയ ആശുപത്രി ചിലവുകൾക്കും വഴിവെക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വൃത്തിഹീനമായ അടുക്കള കാണുന്നത് അന്നത്തെ ദിവസത്തെ മുഴുവൻ ഊർജ്ജവും കെടുത്തിക്കളയും. അതിനാൽ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് തന്നെ അടുക്കള വൃത്തിയാക്കുകയും പാത്രങ്ങൾ കഴുകിവെക്കുകയും ചെയ്യുന്നത് ശീലമാക്കുക. ഇത് വീട്ടിൽ ശാന്തിയും ഐശ്വര്യവും നിലനിർത്താൻ സഹായിക്കും. 6ാമത്തെ ശീലം, ഭക്ഷണം പാഴാക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ എത്രയോ മനുഷ്യർ ഈ ലോകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊരു ലോകത്ത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന ഭക്ഷണം വലിച്ചെറിയുന്നത് എത്ര വലിയ പാപമാണ്. ആവശ്യമുള്ള ഭക്ഷണം മാത്രം പാകം ചെയ്യുക, കഴിക്കാനെടുക്കുന്ന ഭക്ഷണം മുഴുവനായും കഴിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഭക്ഷണം പാഴാക്കുന്നത് സമ്പത്തിനെ പാഴാക്കുന്നതിന് തുല്യമാണ്. അന്നത്തെ നിന്ദിക്കുന്നത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചുവരുത്തുമെന്ന് പഴയ തലമുറയിലെ ആളുകൾ എപ്പോഴും പറയുമായിരുന്നു. അതിൽ വലിയൊരു സത്യമുണ്ട്. നിങ്ങളുടെ പണം കൊടുത്തു വാങ്ങിയ സാധനമാണെങ്കിലും അത് പാഴാക്കുമ്പോൾ നിങ്ങൾ പ്രകൃതിയുടെ സമ്പത്തിനെയാണ് ഇല്ലാതാക്കുന്നത്. ഭക്ഷണം അധികം വന്നാൽ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ നൽകാനോ ശ്രമിക്കുക. അല്ലാതെ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയരുത്. 7ാമത്തെ ശീലം, കേടായ വസ്തുക്കളും പൊട്ടിയ കണ്ണാടികളും വീട്ടിൽ സൂക്ഷിക്കുന്നത്. പല വീടുകളിലും ചെന്നാൽ കാണാം ഓടാത്ത ക്ലോക്കുകൾ, പൊട്ടിയ കണ്ണാടികൾ, ഉപയോഗമില്ലാത്ത പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ, കീറിയ തുണികൾ. ഇതെല്ലാം എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ടുണ്ടാകും. എപ്പോഴെങ്കിലും ആവശ്യം വരും എന്ന ചിന്തയിലായിരിക്കും ഇതൊക്കെ സൂക്ഷിച്ചുവെക്കുന്നത്. എന്നാൽ ഉപയോഗശൂന്യമായ ഇത്തരം സാധനങ്ങൾ വീട്ടിൽ ഒരുതരം മരവിപ്പും നെഗറ്റീവ് എനർജിയും സൃഷ്ടിക്കുന്നു. ഓടാത്ത ക്ലോക്ക് സമയം നിശ്ചലമായി എന്നതിന്റെയും പുരോഗതി ഇല്ലായ്മയുടെയും സൂചനയാണ്. അതുപോലെ പൊട്ടിയ കണ്ണാടി വീട്ടിൽ കലഹങ്ങൾക്കും ദാരിദ്ര്യത്തിനും കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പഴയ സാധനങ്ങൾ വീട്ടിൽ കുമിഞ്ഞുകൂടുമ്പോൾ പുതിയ നല്ല കാര്യങ്ങൾക്ക് കടന്നുവരാനുള്ള ഇടം അവിടെ ഇല്ലാതാവുകയാണ്. അതിനാൽ ഉപയോഗമില്ലാത്തതോ കേടായതോ ആയ സാധനങ്ങൾ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. വീട് എപ്പോഴും കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിൽ ഫ്രഷായി സൂക്ഷിക്കുക. 8ാമത്തെ ശീലം, സന്ധ്യാസമയത്ത് ഉറങ്ങുന്നത്. സന്ധ്യാനേരം എന്നത് പകലും രാത്രിയും കൂടിച്ചേരുന്ന സമയമാണ്. ഈ സമയം ഈശ്വര പ്രാർത്ഥനകൾക്കും വിളക്ക് വയ്ക്കാനും ഉള്ളതാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ സമയത്ത് ഉറങ്ങുന്നത് അലസതയുടെ ലക്ഷണമാണ്. അലസതയുള്ളിടത്ത് ഒരിക്കലും ലക്ഷ്മീദേവി വസിക്കില്ല. സന്ധ്യാസമയത്ത് ഉറങ്ങുന്നത് ആരോഗ്യപരമായും നല്ലതല്ല. ഇത് തലവേദനയ്ക്കും മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമാകും. ഈ സമയത്ത് വീട് വൃത്തിയാക്കി വാതിലുകൾ തുറന്നിട്ട് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കും. പണ്ടുള്ളവർ സന്ധ്യാസമയത്ത് മുറ്റമടിച്ചുവാരാനോ കുപ്പ തൊടാനോ സമ്മതിക്കില്ലായിരുന്നു. ഇതെല്ലാം അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ഈ അച്ചടക്കം നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. 9ാമത്തെ ശീലം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പലരും കടക്കെണിയിലാകാനുള്ള പ്രധാന കാരണം ഇതാണ്. അപ്പുറത്തെ വീട്ടുകാർ പുതിയ കാർ വാങ്ങി അല്ലെങ്കിൽ സുഹൃത്ത് വില കൂടിയ ഫോൺ വാങ്ങി എന്ന് കരുതി സ്വന്തം സാമ്പത്തിക നില പോലും നോക്കാതെ EMI വഴി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത ഇന്നുണ്ട്. ഇത് വളരെ വലിയൊരു വിഡ്ഢിത്തമാണ്. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് മാത്രം വാങ്ങുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കടമടക്കാൻ മാത്രമേ സമയം കാണുകയുള്ളൂ. വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും സമ്പാദ്യത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ട്. ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒരു ചെറിയ തുക സേവിങ്സിലേക്ക് മാറ്റുക എന്നതാണ്. ബാക്കിയുള്ളത് മാത്രം ചിലവാക്കുക. എന്നാൽ മിക്കവരും ചെയ്യുന്നത് എല്ലാം ചിലവാക്കിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യാം എന്നാണ്. ഈ ശീലം മാറ്റിയാൽ തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കും. ഈ പറയുന്ന ശീലങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഓർക്കുക. 10ാമത്തെ ശീലം, സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുകയും മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്നത്. സമ്പത്ത് എന്നത് ഒഴുകിക്കൊണ്ടിരിക്കേണ്ട ഒരു നദിയെപ്പോലെയാണ്. അത് ഒരിടത്ത് കെട്ടിനിൽക്കുമ്പോൾ അത് ദുഷിച്ചുപോകും. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് വളരെ ചെറിയൊരു ശതമാനമെങ്കിലും അർഹതപ്പെട്ട മറ്റൊരാൾക്ക് സഹായമായി നൽകാൻ ശ്രമിക്കുക. അത് സാമ്പത്തികമായി തന്നെ വേണമെന്നില്ല. ഒരു നേരത്തെ ഭക്ഷണമോ പഴയ തുണികളോ ഒക്കെ നൽകാം. നമ്മൾ കൊടുക്കുന്നതെന്തും
അത് പല മടങ്ങായി നമ്മളിലേക്ക് തന്നെ തിരികെ വരും എന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ ഒരുതരം സംതൃപ്തി നൽകും. ഈ സംതൃപ്തി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള വീടുകളിൽ എപ്പോഴും സമ്പത്തും ഐശ്വര്യവും നിലനിൽക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളവയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഒരു ഫലമുണ്ട്. വീട്ടിലെ ചിട്ടകളും വൃത്തിയും നമ്മുടെ മനസ്സിന്റെ പ്രതിഫലനമാണ്. അലങ്കോലമായി കിടക്കുന്ന ഒരു വീട്ടിൽ ജീവിക്കുന്ന ആളുടെ മനസ്സും അലങ്കോലമായിരിക്കും. അവർക്കൊരിക്കലും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനോ സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ സാധിക്കില്ല. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തി കണ്ടെത്തുക, അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക എന്നീ അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയൊരു പരിധിവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. പണം സമ്പാദിക്കുക എന്നത് മാത്രമല്ല, അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനും അതിനെ ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ സമ്പത്ത് നമ്മളോടൊപ്പം നിൽക്കുകയുള്ളൂ. ഈ ശീലങ്ങൾ ഇന്ന് തന്നെ മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും ഒഴുകിയെത്തുന്നത് നിങ്ങൾക്ക് കാണാം.